ശ്രീധരൻ, ഈ ലോറിക്കുള്ളിലേക്ക് എത്ര സമയം കൊണ്ട് എത്താൻ കഴിയും? അർജുൻ അതിനുള്ളിലുണ്ടോ? അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയവും ചോദ്യവും ആകാംക്ഷയും പ്രതീക്ഷയും പ്രാർത്ഥനയും എല്ലാം അത് തന്നെയാണല്ലോ. അർജുന ലോറിയുടെ ക്യാബിനുള്ളിൽ ഉണ്ടോ എന്നത് അത് എപ്പോഴേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ പറയുന്നത്. എത്രത്തോളം സാങ്കേതിക സന്നാഹങ്ങൾ കൂടുതലായി എത്തിച്ചിട്ടുണ്ട് 10ാം ദിനത്തിലെ ഈ രക്ഷാദൗത്യത്തിന്, തിരച്ചിലിന്? രതീഷ്, നാളെ പഴുതടച്ചുള്ള പരിശോധനയാണ് ഈ ഗംഗാവലി കരയിൽ നടക്കുന്നത്. ആർക്കും അവിടേക്ക് പ്രവേശനമില്ല. അതായത് സൈന്യത്തിന് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ. മാധ്യമ പ്രവർത്തകർക്ക് നാളെ ആ ഭാഗത്തേക്ക് പ്രവേശനമില്ല എന്ന് ജില്ലാ പോലീസ് മേധാവി അല്പസമയം മുൻപ് പറഞ്ഞിരുന്നു. അതായത് മറ്റ് സിഗ്നലുകൾ ഈ റഡാർ പരിശോധനയിൽ അല്ലെങ്കിൽ ഈ പുഴയിലെ പരിശോധനയിലൊന്നും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി അവിടെ മറ്റാരെയും പ്രവേശിപ്പിക്കില്ല. സിഗ്നലുകൾ വരാൻ സമ്മതിക്കില്ല. ഡ്രോൺ ക്യാമറകളുടെ ഉപയോഗം ഉൾപ്പെടെ നിരോധിച്ചിട്ടുണ്ട്. പുഴയ്ക്കക്കരെയും, നമ്മളൊക്കെ ഇന്ന് ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്ന പല ദൃശ്യങ്ങളും പകർത്തിയത് പുഴയ്ക്കക്കരെ നിന്നുകൊണ്ടാണ്. ആ പുഴയ്ക്കക്കരെയും നാളെ ആരെയും സാന്നിധ്യം അനുവദിക്കില്ല. ഏതായാലും നാളെ 11 മണിയോടുകൂടി ഇക്കാര്യത്തിൽ റിസൾട്ട് ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് കാർവാർ MLA സതീഷ് കൃഷ്ണസേല് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതായാലും ഉച്ചയ്ക്ക് മുൻപേ ട്രക്ക് സംബന്ധിച്ച കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വരും. ഏതായാലും അത് അർജുന്റെ ട്രക്ക് തന്നെയാണ് എന്നുള്ള ഒരു കാര്യമാണ് AK മഷ്റഫ് MLA അല്പസമയം മുൻപ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. നിലവിൽ ഏതായാലും ആ ട്രക്ക് മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളത് ശ്രമകരമായ ജോലിയാണ്. അതിനു മുൻപേ തന്നെ അർജുനെ സംബന്ധിച്ച വിവരം കൂടി ലഭിക്കേണ്ടതുണ്ട്. അർജുൻ ട്രക്കിനുള്ളിൽ, ആ ക്യാബിനുള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഏതായാലും നാളെ നേവിയുടെ മുങ്ങൽ വിദഗ്ധർ താഴെ പുഴയിലേക്ക് ഇറങ്ങി മുങ്ങി അടിത്തട്ടിലേക്ക് പോയി 15 മീറ്റർ ആഴത്തിലേക്കൊക്കെ പോയി ട്രക്കിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് പോയി പരിശോധിച്ചാൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ട് നമുക്കൊരു വിവരം ലഭിക്കൂ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ട്രക്ക് അവിടെ തന്നെ കിടക്കുകയാണ്. ഈ കുത്തൊഴുക്കിലും ചേറിൽ പുതഞ്ഞുകൊണ്ട് ട്രക്ക് അവിടെ തന്നെ കിടക്കുന്നു. അത്രത്തോളം വലിയ മണ്ണിന്റെ ഭാഗം ആ പുഴയിലേക്ക് വീണു എന്നതാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള എല്ലാ വിവരങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. മലയാകെ അപ്പാടെ നേരെ ഈ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. അക്കൂട്ടത്തിൽ ട്രക്കും പോയി ആ മണ്ണിൽ പുതഞ്ഞിരിക്കുകയാണ് എന്നതാണോ ഏറ്റവും ഒടുവിൽ ഇവർ സ്ഥിരീകരിക്കുന്നത്? ഈ മണ്ണിന്റെ തലപ്പ് നമ്മൾ നേരത്തെ ഈ പുഴയുടെ നടുഭാഗത്തായി മേളിൽ കണ്ടതാണ്, ദ്വീപ് പോലെയൊക്കെ രൂപപ്പെട്ട. അവിടെ മുതൽ അങ്ങ് താഴെ തട്ടുവരെ, പുഴയുടെ താഴെ തട്ടുവരെ ഈ മൺകൂന ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുള്ളിലാണോ ഈ ട്രക്കുള്ളത് എന്താണോ ഈ ദൗത്യ സംഘം കണ്ടെത്തുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം? ആ മൺകൂനയിലല്ല. ആ മൺകൂനയ്ക്ക് മുൻപേ തന്നെ നമ്മുടെ കരയിൽ നിന്ന്, മണ്ണിടിഞ്ഞ ഭാഗത്തെ കരയിൽ നിന്ന് കേവലം 20 മീറ്റർ മാറി, അതായത് കരയോട് വളരെ അടുത്താണ് ഈ ട്രക്കിന്റെ സാന്നിധ്യം എന്നാണ് നാവികസേനയുടെ സോണാർ നടത്തിയ പരിശോധനയിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. അതായത് അധികം ദൂരേക്ക് ട്രക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങൾ നോക്കി നോക്കുക. ആ ദൃശ്യങ്ങളിൽ നമ്മുടെ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് നടത്തിയ പരിശോധന കരയ്ക്ക് നിന്ന്, പുഴ ഇറമ്പിൽ നിന്നുകൊണ്ടാണ് ആ മണ്ണ് മുഴുവൻ മാറ്റി നടത്തുന്ന പരിശോധനയുള്ളത്. ഇത് സത്യത്തിൽ നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അവർക്ക് കൂടുതൽ സൗകര്യത്തോടെ അടിത്തട്ടിലേക്ക് പോകാനുള്ള ഒരു വഴിയൊരുക്കൽ കൂടി ഇതിന് പിന്നിലുണ്ട്. ഏതായാലും കൃത്യമായിട്ടുള്ള വിവരം ഈ ട്രക്കുമായി ബന്ധപ്പെട്ട് ഈ നാവികർക്ക്, സേനകൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ആ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ് അവരുടെ മുമ്പിൽ, അല്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനം കാലാവസ്ഥ തന്നെയാണ് രതീഷ്. കനത്ത മഴയാണ് ഇവിടെ എപ്പോഴും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു നിമിഷം നമുക്ക് മഴ മാറി നിന്നു എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം വാശി തീർക്കുന്ന പോലെ ആ മഴ എങ്ങനെ ശക്തിയായി, കല്ല് പെറുക്കി എറിയുന്ന പോലെയൊക്കെ നമ്മൾ പറയാറുണ്ട്, അത്രയും ശക്തിയായി മഴ പെയ്യുന്നു. അതോടൊപ്പം തന്നെ കാറ്റ് വീശിയടിക്കുകയാണ്. സാധാരണ ഒരാൾ പുറത്തു നിന്നാൽ അയാളെ ഒരു അടിയെങ്കിലും പിന്നിലോട്ട് വലിക്കുന്ന തരത്തിൽ കാറ്റ് വീശിയടിക്കുന്നു. ഇതേപോലെ തന്നെയാണ് ഗംഗാവലി പുഴ കലി തുള്ളി ഒഴുകുകയാണ്. ഈ പ്രതിബന്ധങ്ങളെയെല്ലാം മറികടന്നിട്ട് വേണം ഈ മുങ്ങൽ വിദഗ്ധർക്ക് തിരച്ചിൽ അല്ലെങ്കിൽ പരിശോധനയൊക്കെ നടത്തുന്നതിന് വേണ്ടി. അതായത് ഇന്നത്തെ പരിശോധന രാത്രിയും തുടരും എന്ന തരത്തിൽ നേരത്തെ വിവരം ഉണ്ടായിരുന്നില്ല. പക്ഷേ വൈകിട്ടൊരു 5 മണി 5:30 ആയപ്പോഴത്തേക്കും വലിയ മഴ പെയ്യുന്നു, വലിയ കാറ്റാഞ്ഞു വീശുന്നു. അത് ശ്രീധരനും മധുവും അവിടെ നിന്ന് തത്സമയം പ്രേക്ഷകരെ കാണിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്താണ്. ആ മഴ എത്ര നേരം തുടർന്നു? ആ മഴയാണോ രാത്രിയിലെ പരിശോധന വേണ്ട
എന്ന് വയ്ക്കാനുള്ള തീരുമാനത്തിന്റെ കാരണമായി മാറിയത് ഈ പ്രതികൂല കാലാവസ്ഥ തന്നെയാണോ? തീർച്ചയായിട്ടും പ്രതികൂല കാലാവസ്ഥ തന്നെയാണ്. ആ മഴ ഏതാണ്ട് 4:05 തുടങ്ങിയ മഴ 6:30 വരെ നീണ്ടു എന്നുള്ളതാണ് ഇന്നത്തെ ഈ തിരച്ചിലിനെ ഏറ്റവും തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ഇന്ന് തന്നെ മുങ്ങൽ വിദഗ്ധർ പുഴയിൽ ഇറങ്ങുമായിരുന്നു. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ ആർക്കും പുഴയിൽ ഇറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ഇന്ന് നമ്മുടെ MLA KM അഷ്റഫും അതുപോലെ തന്നെ കളക്ടറും SP-യും ഒക്കെ ഡിങ്കി ബോട്ടിൽ NDRF-ന്റെ സഹായത്തോടെ ഈ പുഴയിൽ ഇറങ്ങി ഈ ബോട്ട് മാർക്ക് ചെയ്ത ഈ ട്രക്ക് മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോയിരുന്നു എന്നൊക്കെ പറയുന്നു. വലിയ കുത്തൊഴുക്ക് അവിടെ ഉണ്ടെന്ന് MLA തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഏതായാലും വളരെ റിസ്ക് ആണ് കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇതിനെയെല്ലാം മനക്കരുത്ത് കൊണ്ടും പരിശീലനം കൊണ്ടും കൈക്കരുത്ത് കൊണ്ടും നേരിടാൻ ചങ്കുറപ്പുള്ള ആളുകളാണ് ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ ഇപ്പോഴുള്ളത്. തിരച്ചിലിൽ നമ്മുടെ സൈന്യം ആ തിരച്ചിലിൽ സജീവമായിട്ടുണ്ട്. അവർ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതായത് മിലിറ്ററി പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട്, സൈന്യത്തിന്റെ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഇന്നലെയും ഇന്നും ഇനി നാളെയും നടക്കാൻ പോകുന്നത്. അപ്പോഴും മറ്റൊരു കാര്യം കൂടി നാളത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ഈ ചെളിയിൽ പുതഞ്ഞ വസ്തുക്കൾ കണ്ടെത്തുന്നതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഡ്രോൺ സഹിതമുള്ള ഒരു മെഷീൻ, ഡിബോട്ട്സ് എന്ന് പറയും. ആ ഡിബോട്ട്സ് മെഷീൻ നാളെ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ എന്നുള്ള മലയാളിയായിട്ടുള്ള പഴയ സേനാ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘവും കൂടി നാളെ ഇവിടെ എത്തുന്നുണ്ട്. അത് ഒരുപക്ഷെ ഈ തിരച്ചിലിന് വളരെയധികം ഗുണകരമാകും. ഏത് ചെളിയിലാകട്ടെ വെള്ളത്തിലാവട്ടെ പ്രവർത്തിക്കാൻ കഴിയുന്ന സംവിധാനമാണ് അതെന്ന് മേജർ ജനറൽ ഇന്ദ്രബാലൻ ഇന്നലെ തന്നെ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു. അങ്ങനെ സുശക്തമായിട്ടുള്ള സംവിധാനങ്ങൾ നാളെ എത്തുന്നു. ഇന്ന് വന്ന ഈ ഭീമൻ മണ്ണുമാന്തി യന്ത്രം പോലെ മറ്റൊന്നുകൂടി നാളെ എത്തുന്നു. അങ്ങനെ മണ്ണ് മാറ്റുന്ന പ്രോസസ് വളരെ പെട്ടെന്ന് തന്നെ തീർക്കാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഈ വിഷയത്തിൽ എനിക്ക് അഭിനന്ദിക്കേണ്ട അല്ലെങ്കിൽ കൃത്യമായ ഒരു ഏകോപനം നടത്തുന്നതിന്റെ പ്രധാനി ഇവിടുത്തെ സ്ഥലം MLA തന്നെയാണ്. അദ്ദേഹം നേരിട്ട് ഈ വിഷയങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ആദ്യ ദിവസങ്ങളിലെ പരാജയം എന്നുള്ളത് അവർക്ക് തീർത്തും നാണക്കേട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു പ്രചരണം കർണാടകയ്ക്ക് എതിരെ ഉണ്ടായി, കർണാടക സർക്കാരിനെതിരെ ഉണ്ടായി, പോലീസിനെതിരെ ഉണ്ടായി. പക്ഷെ അങ്ങനെ ഒരു പ്രചരണം അതിനെ ഭേദിക്കുന്ന തരത്തിലുള്ളൊരു ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു പ്രവർത്തനം MLA-യുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം റിസ്കിലാണ് ഈ മെഷീനൊക്കെ കൊണ്ടുവരുന്നത്. ഏതായാലും നാളത്തെ രക്ഷാപ്രവർത്തനത്തിന് നാളത്തെ തിരച്ചിൽ അതീവ ദുഷ്കരമാണ്. പക്ഷേ പക്ഷേ 10-ാം നാൾ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസവും പ്രതീക്ഷയും പ്രാർത്ഥനയും ഒക്കെയാണ് ഈ ദിവസവും തുടരുന്നത്. നാളെ ഉച്ചയോടെ തന്നെ ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നാണ് നേരത്തെ KV ശ്രീധരൻ സൂചിപ്പിച്ച കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൻ പറഞ്ഞത്.